ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ആശാളി വെച്ചിട്ട് 3 വ്യത്യസ്ത തരത്തിലുള്ള ഡ്രിങ്ക്സാണ്. പാരമ്പര്യമായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് ആശാളി, അതായത് ഹലീം സീഡ്സ്. പ്രസവരക്ഷാ മരുന്നുകളിലും ഔഷധക്കഞ്ഞികളിലും ഇത് പ്രധാനിയാണ്. അയണ്, കാൽസ്യം, പ്രോട്ടീന്, വിറ്റാമിനുകൾ എന്നിവയിൽ സമ്പുഷ്ടമായ ആശാളി രക്തശുദ്ധീകരണത്തിനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടിയിട്ട് വിളർച്ച തടയാനും ഏറെ ഗുണം ചെയ്യും. അതുപോലെ ഷുഗറും കൊളസ്ട്രോളും BP നിയന്ത്രണത്തിലാവാനും പ്രതിരോധശേഷി കൂടാനും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും അതുപോലെ സ്കിന്നിനും മുടിക്കും ഒക്കെ ആശാളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ എളുപ്പമാണ് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ശരീരത്തിന് നല്ല ബലവും ഉന്മേഷവും ആരോഗ്യവും തരുന്ന ഈ ഹെൽത്തി ഡ്രിങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1/2 കപ്പ് ആശാളി, അതായത് ഹലീം സീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ആശാളി നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിന് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ആരോഗ്യ ഗുണങ്ങളുണ്ട്. അമിത വിശപ്പ് നിയന്ത്രിച്ച് ശരീരഭാരം കുറക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ആശാളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിടും. നമ്മളിതിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കസ്കസൊക്കെ കുതിർന്ന് വരും പോലെ പെട്ടെന്ന് കുതിർന്ന് വരും. അപ്പോൾ നിങ്ങളിത് കുതിർന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്നിട്ടൊരു ജെല്ലി പോലെ ആവും. കഴുകിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വാർത്തെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ആശാളി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കുക. ഇതൊരു 8 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കുക. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് കുതിർത്തെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരം ഇതിലെ പോഷകങ്ങൾ പൂർണ്ണമായും ആഗിരണം ചെയ്യുകയുള്ളൂ. ഇനി ഞാൻ ഇതിൽ നിന്നും 2.5 ടീസ്പൂൺ ആശാളി ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഷുഗർ പേഷ്യൻസിന് ആശാളി കൊണ്ട് വളരെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. ആശാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓവർനൈറ്റ് ഇവിടെ കുതിർന്ന് കിട്ടാനായിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഞാനിത് രണ്ടും കുതിർന്ന് കിട്ടാനായിട്ട് ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഈ ആശാളി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ കുതിർന്നിട്ട് ഇതൊരു ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ കുതിർന്ന് കിട്ടണം, എന്നാൽ മാത്രമേ ശരീരം ഇതിലെ പോഷകങ്ങൾ പൂർണ്ണമായും ആഗിരണം ചെയ്യുകയുള്ളൂ. നമ്മളിതുകൊണ്ട് ആദ്യം ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ കുടിക്കാവുന്നതാണ്. BP ഉള്ളവരാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കാതെ കുടിക്കുക കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ LDLനെ കുറക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് പോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് അടിയുന്നത് തടയാനും ഇത് ഏറെ ഗുണം ചെയ്യും. ഇങ്ങനെ കുടിക്കുമ്പോൾ ഈ ആശാളി വേവിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കസ്കസും ചിയാ സീഡ്സൊക്കെ കുതിർത്തെടുത്തിട്ട് ഡ്രിങ്ക്സിലൊക്കെ ചേർത്ത് കഴിക്കാറില്ലേ, അതുപോലെ തന്നെ ഇതും കഴിക്കാം കേട്ടോ. കഴിക്കുമ്പോൾ ഓവർനൈറ്റ് കുതിർത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഷുഗർ പേഷ്യൻസ് അല്ലാത്തവർക്ക് ഇത്തിരി മധുരത്തോട് കൂടിയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും 1 ടീസ്പൂൺ തേനും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുടിക്കാവുന്നതാണ്. അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളിത് ഷുഗർ ഇല്ലാത്തവർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് വേറൊരു രീതിയിലും കൂടി ഇത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ 1.5 തേങ്ങയുടെ 1/2 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 1/2 പാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ 2/2 പാൽ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ 2/2 പാലിലാണ് നമ്മൾ ഈ ആശാളി വേവിച്ചെടുക്കുന്നത്. തേങ്ങയുടെ 2/2 പാൽ ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത ആശാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം.
ഈ ആശാളി അരമണിക്കൂർ കൊണ്ടൊക്കെ കുതിർന്ന് കിട്ടും. പക്ഷേ ഇത് ഓവർനൈറ്റ് കുതിർത്തെടുത്താൽ മാത്രമേ നമുക്കിതിലുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുള്ളൂ. BP, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനുമൊക്കെ ആശാളി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം അകറ്റുകയും ചെയ്യും. അതുപോലെ ക്രമം തെറ്റിയുള്ള ആർത്തവ പ്രശ്നമുള്ളവർക്കും ആർത്തവ സമയത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ മാറാനും ആശാളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്ന് നല്ല തിളക്കമുള്ളതാകാനും മുടി കൊഴിച്ചിൽ മാറി മുടി സമൃദ്ധമായി വളരാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും ആർത്തവ സമയത്തുണ്ടാകുന്ന രക്തനഷ്ടം കാരണമുള്ള ക്ഷീണം കുറക്കാനും വിളർച്ചയുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടാനും PCOD പ്രോബ്ലം ഉള്ളവർക്ക് അത് മാറാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, നമ്മളിത് ഓവർനൈറ്റ് കുതിർത്തെടുത്തതല്ലേ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലിനും പല്ലിനും ഇത് ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ ഈ ആശാളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം കരിപ്പെട്ടി ഉരുക്കിയെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഈ കരിപ്പെട്ടി, അതായത് പനഞ്ചക്കര ഉരുക്കിയെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ സാധാരണ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അതല്ല നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കരിപ്പെട്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പായസമെന്ന് കരുതിയിട്ട് കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കുടിച്ചോളും. ചക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങയുടെ 1/4 പാൽ മാറ്റി വെച്ചില്ലേ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളക്കാനായിട്ട് കാത്തു നിൽക്കരുത് കേട്ടോ. തിളക്കാൻ അനുവദിക്കാതെ തവി കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് നമ്മുടെ ആശാളിയുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പായസമെന്ന് കരുതിയിട്ട് കുട്ടികളും ഇഷ്ടത്തോടെ കുടിച്ചോളും. ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പ്രസവരക്ഷാ മരുന്നായിട്ടും ഇത് കൊടുക്കാവുന്നതാണ്. ഇത് പായസം പോലെയാണെന്ന് കരുതിയിട്ട് നിങ്ങളിത് പായസം കുടിക്കും പോലെ ഒരുപാട് അങ്ങോട്ട് കുടിക്കരുത് കേട്ടോ. മരുന്നാണെന്ന് കരുതി 1 ഗ്ലാസ്സൊക്കെ കുടിക്കുക, അതിലും കൂടുതലാവരുത്. അപ്പോൾ ആശാളി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആശാളി കൊണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്